ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സൗണ്ട് ക്ലിയർ ആയിട്ടില്ല കേട്ടോ, ക്ലിയർ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് ഞാൻ പറയുന്നതില്ല, സ്കൂളിൽ പോകുന്നത് വരെയുള്ള എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ മോളൊക്കെ മദ്രസയിൽ വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന് മുറ്റടിക്കലും നമ്മളുടെ തൈകളൊക്കെ നനക്കലൊക്കെ കഴിഞ്ഞ് ഞാനൊരു കട്ടനും അതുപോലെ ഒരു ബെന്നും കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ തലേ ദിവസം തന്നെ നമ്മളുടെ തൊമരയും അതുപോലെ കടലയും വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കടലക്കറി ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് കടല തലേ ദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതിനിടക്ക് നമ്മളുടെ ഗ്യാസ് ഒന്ന് തീർന്നു പോയിട്ടോ. അപ്പോൾ അതൊന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നിന്നു. ഇതൊക്കെ നമ്മളുടെ സ്കൂൾക്ക് പോകുന്നത് വരെ ഉള്ള ടൈമിലുള്ള ജോലികളാണ് കേട്ടോ. അപ്പോൾ നോർമൽ കടലക്കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എപ്പോഴും നോർമൽ അല്ലാണ്ട് ഒരു വെറൈറ്റി ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇന്ന് ടൈം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു നോർമൽ കറിയാണ് കേട്ടോ. നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മളുടെ വെറൈറ്റി കടലക്കറി ഞാൻ എപ്പോഴെങ്കിലും ചെയ്യാം. ഇപ്പോൾ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ നോർമൽ കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ സദാ ഉള്ളി വഴറ്റി അതുപോലെ മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കറി ഉണ്ടാക്കേണ്ട പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതിനല്ലേ. നമുക്ക് ആ കറക്റ്റ് അതായത് ഒരു 9 o'clock ആകുമ്പോഴേക്കും പണികളൊക്കെ തീരണം കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അടുക്കള തുടക്കം പിന്നീടാക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ നേരത്തെ എണീറ്റ് പണികളൊക്കെ മുഴുവനും കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകും. കഴിഞ്ഞിട്ടെന്നല്ല, 9 മണിയാകുമ്പോഴേക്കും ഫുള്ള് കംപ്ലീറ്റ് ആവും കേട്ടോ. അങ്ങനെ കടല കുറച്ച് ഞാനും മോനിലുള്ളപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മളുടെ കടല ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചൊരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കും. അപ്പോഴേക്കും നമ്മളുടെ ചോറ് തിളക്കുന്നുണ്ടായിരുന്നു, റൈസ് കുക്കറിലോട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് അലക്കാനുണ്ട് കേട്ടോ. ഞാൻ നമ്മളുടെ മക്കളുടെ ഡ്രസ്സ് നല്ല ചളിയുള്ളത് മാത്രമേ കൊണ്ടുപോയി അലക്കാറുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ വാഷിംഗ് മെഷീനകത്തോട്ട് ഇടാറ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ അയലയിൽ കുറച്ച് തുണികളുണ്ടായിരുന്നു, അതൊക്കെ വീടിനകത്ത് കൊണ്ടുവച്ചു. പിന്നെ നമ്മളവിടെ കിച്ചണിൽ നമ്മളുടെ ഫുഡൊക്കെ റെഡിയാക്കുമ്പോഴേ ഇങ്ങനെയുള്ള പണികൾ എടുത്തു കഴിഞ്ഞാൽ ഇതും അതിൻ്റെ കൂടെ നടക്കുമല്ലോ. ഞാൻ എപ്പോഴും റിൻസാണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഈ മാസം ഞാൻ മാറ്റി പിടിച്ച് ഇവ എന്നുള്ളൊരു ലിക്വിഡാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ അതൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മളുടെ കറി വെന്തിട്ടുണ്ട്. ചായയും ഇതിനോടൊപ്പം തന്നെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കൂട്ടാന് നിങ്ങൾക്കറിയോ എനിക്കറിയില്ല, നമ്മൾ അട്ടപ്പാടി ഭാഗങ്ങളിലെ മണ്ണാർക്കാട് ഭാഗങ്ങളിലൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. തുവരാന്നാണ് പറയുന്നത്, നോർമൽ ഭാഷയിൽ തൊമര എന്ന് പറയാറ് കേട്ടോ. അപ്പോൾ അത് ഉമ്മ മേടിച്ച് തന്നതാണ് അന്ന് വീട്ടിൽ നിന്ന് വന്നപ്പോൾ. ഇപ്പോഴാണ് വെക്കുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ വീഡിയോയിൽ. മാങ്ങയും തൊമരയും ഇട്ട് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണെന്നുള്ളത്. അപ്പോൾ സ്കൂളിൽ നിന്ന് നമുക്കൊരു കൂട്ടാനായിട്ട് ഇന്ന് അത് കൊണ്ടാകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ മാവിന്ന് കുറച്ച് മാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുള്ള മാങ്ങ നന്നായിട്ട് കഴുകി ഒന്ന് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. ഇത് നമ്മളുടെ തൊമര കൂട്ടാനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാങ്ങ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ തൊമര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് നമുക്ക് കുക്കറിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് അധികം പൊടികളൊന്നും വേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി മാത്രം മതി കേട്ടോ. ഇനി പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. ഇനി നമ്മളുടെ മാങ്ങ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിവിടെ 3 മാങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു മാങ്ങയാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി തലേ ദിവസം നമ്മൾ തൊമര വെള്ളത്തിലിട്ടത് കൊണ്ട് തന്നെ നമുക്ക് ഒരു 4 വിസിൽ വരുന്നവരെ
ഇതൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കൂട്ടാനാണ്. അങ്ങനെ ഒരു 4 വിസിൽ വരുന്നവരെ നമ്മളിത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വിചാരിച്ചു 2 മാങ്ങ ബാലൻസ് ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് നല്ലൊരു മാങ്ങ ചമ്മന്തി അരച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ദോശ ചുടുന്നുണ്ട്. അതുപോലെ വാട്ടർ ബോട്ടിൽ വെള്ളം തിളപ്പിച്ച് വെച്ച് പോകും. അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി മാങ്ങ ചമ്മന്തിയിലേക്കുള്ള മാങ്ങ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് ചെമ്മീനും വറ്റൽമുളകും നമ്മൾ ആഡ് ചെയ്തിട്ട് ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പക്ഷേ ചെമ്മീനും വറ്റൽമുളകും കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങയും പച്ചമുളകും അതുപോലെ ഉപ്പും ഒരു ചെറിയൊരു വെളുത്തുള്ളിയുടെ ഇല്ലി കൂടെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ തൊമരയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കടുക് വറുക്കാം. ഒരു ഗ്രേവി ടൈപ്പിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളുടെ തൊമരയും അതുപോലെ ചമ്മന്തി ഒന്ന് കടുക് വറുത്തെടുക്കാം. അങ്ങനെ കടുക് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മോനെ ടിഫിൻ ബോക്സിൽ ചോറാക്കി കൊടുക്കാം. കുറച്ച് ചമ്മന്തിയും കുറച്ച് തൊമര കൂട്ടാനാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ടിഫിൻ ബോക്സിൽ നിറച്ചിട്ടോ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അവിടെ പോയാൽ ഇങ്ങനെയുള്ള കൂട്ടാനുകൾക്കൊക്കെ അടിയിരിക്കും. അപ്പോഴാണ് ഓർത്തത് മോൾക്ക് ഈ കൂട്ടാനൊന്നും ഇഷ്ടമല്ല, 2 പൊട്ടാറ്റോ എടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ടൈം ഒരുപാടായിട്ടുണ്ട് കേട്ടോ. നല്ല ഹറിബറി ആയിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അവൾക്ക് അല്ലെങ്കിൽ ചിക്കന് കോളിഫ്ലവർ നമ്മളുടെ ഉപ്പേരികൾ അങ്ങനെ കഴിക്കാറില്ല. വീട്ടിൽ വരുമ്പോൾ ഞാൻ വാരി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാന്നല്ലാതെ സ്കൂളിൽ അങ്ങനെ ഉപ്പേരികളൊന്നും കൊണ്ടുപോകാറില്ല കേട്ടോ. അവൾ പൊട്ടാറ്റോ അല്ലെങ്കിൽ ബ്രിഞ്ചൽ അങ്ങനെയുള്ള അത് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ അവൾ കൊണ്ടുപോകാറുള്ളൂ. അപ്പോൾ ജസ്റ്റ് കുറച്ച് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനത് നേരെ അവളുടെ ടിഫിൻ ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇതൊക്കെയാണ്. നമ്മളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.